പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ എല്ലാവർക്കും ജൈനിസ് മീഡിയയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്ന് ഞാൻ നമ്മുടെ മുന്നിലായിരിക്കുന്നത് ഈ കാലഘട്ടത്തിലെ നമ്മൾ സിനിമാ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു മകള്, പ്രത്യേകിച്ച് നസ്രാണി പെൺകുട്ടി, സിനിമയിലേക്ക് മനസ്സിനക്കരെ എന്ന സിനിമയിലൂടെ സത്യൻ അന്തിക്കാട് എന്ന പടത്തിലൂടെ കടന്നു വന്ന നയൻതാര, അവളിന്ന് ലോകം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ റാണിയായി മുന്നേറിക്കൊണ്ടിരിക്കുക. ഇത് ആരുടെ കല്യാണം കഴിക്കുക, അവളുടെ ഇഷ്ടം, സ്വാതന്ത്ര്യം. പക്ഷെ വിഘ്നേഷ് എന്ന മകനുമായി പ്രത്യേകിച്ച് സിനിമ സൗത്ത് ഇന്ത്യൻ ഡയറക്ടറായ വിഘ്നേഷുമായി പ്രേമിച്ച് കല്യാണം കഴിച്ച് ഇപ്പം അടുത്ത് 4 മാസം ആയി. നമ്മൾ ഈ ദിവസം പത്രങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 മാസം വിവാഹത്തിന്റെ ഉള്ളിൽ ഇരട്ട കുഞ്ഞുങ്ങൾ പിറന്നു എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലും പത്രങ്ങളൊക്കെ നമ്മൾ കണ്ടു. എത്ര വേഗം നോക്കി, ദൈവത്തിന്റെ ഒരു ഇടപെടൽ നോക്കിക്കേ. ഇരട്ട കുഞ്ഞുങ്ങള് 38 വയസ്സ് കയറിയ നയൻതാരയ്ക്ക് ഇരട്ട കുഞ്ഞ് പിറന്നു എന്ന് പറഞ്ഞ അവിടെ ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെ നമ്മൾ കാണുകയുണ്ടായി. ശരിയോ തെറ്റോ? പക്ഷെ ഇന്ത്യൻ നിയമം അനുസരിച്ച് മനുഷ്യ കടത്തോ അങ്ങനെ വാണിജ്യ ലക്ഷ്യം എന്നൊക്കെ വെച്ചുകൊണ്ട് ഈ നിയമം വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷത്തിന് ശേഷം മക്കളില്ലെങ്കിൽ ചെയ്യേണ്ട ഒരു ദൗത്യമാണത്. ഇവര് വിവാഹത്തിന് മുമ്പ് തന്നെ അവര് ഈ ഒരു ദൗത്യം പൂർത്തീകരിച്ചപ്പോൾ പ്രത്യേകിച്ച് തമിഴ്നാട് സംസ്ഥാന ഗവൺമെന്റ് ആരോഗ്യവകുപ്പ് ഇതിന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തില് മക്കൾ വേണം അല്ലെങ്കിൽ വിവാഹം കഴിക്കണം ഒക്കെ ശരിയാണ്. പക്ഷെ ഇതിനൊക്കെ പ്രകൃതി അല്ലെങ്കിൽ ദൈവം നമുക്ക് മനുഷ്യൻ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് എന്ന ബന്ധത്തിൽ അവരുടെ ബന്ധത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ, ഇപ്പോഴത്തെ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ സൗന്ദര്യം നഷ്ടപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യാനി പെൺകുട്ടികൾ വരെ ഇല്ലേ, ഇനി പ്രസവം കുറച്ചും കൂടി ആവട്ടെ, ഇനി പ്രസവിക്കേണ്ട ആവശ്യമില്ല, ഭാര്യയും ഭർത്താവും മാത്രം ഇങ്ങനെ നടന്നാൽ മതി, ഇനി പ്രസവിച്ചു കഴിഞ്ഞാൽ സൗന്ദര്യം മാറിയുമല്ലോ, സൗന്ദര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാലോ, ഇനി പ്രത്യേകിച്ച് ഇപ്പൊ നയൻതാരയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ സിനിമാ ഫീൽഡിൽ 58 വയസ്സുകാരുടെ സൗന്ദര്യം മൊത്തം അങ്ങ് പോയാലോ ഇല്ലേ. ഐശ്വര്യറായി, ലോകസുന്ദരിയായ ഐശ്വര്യറായി പ്രസവിച്ചു, കുഴപ്പമില്ല. പക്ഷെ ഇവള് ഇപ്പം എന്താ പറയുക, തന്റെ സൗന്ദര്യം നഷ്ടപ്പെടുന്നു വിചാരിച്ചിട്ട് എന്തോന്ന് അറിയത്തില്ല, അവള് ചെയ്ത ഈ എന്താ പറയാ വാടക ഗർഭധാരണം ചിലപ്പം അവളുടെ ഒരു സ്വപ്നമായിരിക്കും, കുട്ടികൾ വളർന്നത് അവളുടെ സ്വപ്നമായിരിക്കും. പക്ഷെ ഈ സ്വപ്നത്തിന്റെ മറവിൽ ഒരുപാട് വ്യക്തികളെ, പ്രത്യേകിച്ച് മനുഷ്യകടത്ത് ഇല്ലേ, ഇന്ന് നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ പല സ്ഥലങ്ങളിലേക്കും ഇങ്ങനെ യൂറോപ്പിലേക്കും അമേരിക്കയും പല സ്ഥലങ്ങളിലേക്കും ഇങ്ങനെയുള്ള ഗർഭം ധാരണം നടത്തി കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഇത്രയും പബ്ലിസിറ്റി ആയ അല്ലെങ്കിൽ പോപ്പുലറായ ഒരു വ്യക്തികൾ തന്നെ ഈ ഒരു എന്താ പറയാ ഇന്ത്യൻ ഗവൺമെന്റ് നിയമം ലംഘിക്കുമ്പോൾ ദൈവിക നിയമം തന്നെ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇല്ലേ. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ബന്ധമൊന്നുമല്ല അത് ചെയ്യുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഗർഭധാരണമൊന്നുമല്ല അവിടെ നടന്നിട്ടുള്ളത്. കാരണം ഇപ്പം നയൻതാരയെ സംബന്ധിച്ച് അവൾക്ക് പ്രസവിക്കാൻ പറ്റാത്ത മച്ചിയാണെന്നോ അതൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന, പ്രകൃതി ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ഗർഭധാരണവും ഇന്ത്യയിലുള്ള നിയമം അനുസരിച്ചുള്ള അത് മനുഷ്യകടത്തിന് സാധ്യതയാണെങ്കിൽ വാണിജ്യ ലക്ഷ്യത്തിന് സാധ്യതയുള്ള ഇതായതുകൊണ്ട് ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ള ഈ സംഭവത്തെ എടുത്ത് ഇന്ന് ഇവര് ഫേസ്ബുക്കിലും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമാക്കി മാറ്റുമ്പോൾ ഇതിനൊക്കെ ഇൻസ്പിറേഷൻ ഇനി അടുത്ത തലമുറ നോക്കിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് സിനിമാ നടിമാര്, മോഡലുകള് എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കിക്കൊണ്ട് ഇന്നത്തെ തലമുറ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ആവാൻ, അതേ മോഡലായി മാറാൻ, ഇനി ഒറ്റയ്ക്ക് ലിവിങ് ടുഗദർ അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് ഭാര്യ ഭർത്താവ് ബന്ധം വേണോ, ഇനി ഭാര്യ ഭർത്താവ് ബന്ധം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം തന്നെ നമുക്ക് മക്കളുണ്ടാകുന്നത്, ഇനിയിപ്പം മക്കളിൽ തന്നെ അധികം 1 കൊച്ചും മതിയില്ലേ, എനിക്ക് 2 കൊച്ചും മതിയില്ലേ, ഇനി പ്രസവിച്ചിട്ടാൽ തന്നെ ആ കൊച്ചിന്റെ മാതാപിതാക്കന്മാരെ കയ്യിൽ വെച്ചിട്ട് അങ്ങ് കാനഡയിലും അമേരിക്കയിലും UK-യിലും ഒക്കെ ജർമ്മനിലും പോയിക്കൊണ്ടിരിക്കുക. ഈ വയസ്സായ മാതാപിതാക്കന്മാർക്ക് ഇട്ടെറിഞ്ഞുകൊണ്ട് അവർക്ക് ലക്ഷ്യം കാശ്, സുഖം. നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ തകർന്ന പോലെ തന്നെ നമ്മുടെ കുടുംബ തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുക. കുടുംബങ്ങൾ മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. മക്കൾക്ക് സ്വന്തം മാതാപിതാക്കന്മാരുടെ മുഖം കാണാനോ അല്ലെങ്കിൽ മക്കൾക്ക് തന്റെ മാതാപിതാക്കന്മാരൊപ്പം വളരാനോ പറ്റാത്ത തരത്തിൽ ഇന്ന് ലോകം കീഴടങ്ങിയിരിക്കുക.
കാരണം ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ ലാസ്റ്റ് എന്ത് സംഭവിച്ചു, ഈ കൊച്ചു കേരളത്തിലെ വലിയ വലിയ വീടുകള് നമ്മൾ കണ്ടില്ലേ, വില്ലകളും ഫ്ലാറ്റുകളും ഒക്കെയാണ് കേരളത്തിലും മുക്കും മൂലിലും മുഴുവൻ വലിയ വലിയ ഭവനങ്ങളാ. പക്ഷെ ഈ വീടുകളൊന്നും താമസിക്കാൻ ആളില്ല. ഒക്കെ CC ക്യാമറ വെച്ചിരിക്കുക, എല്ലാ സ്ഥലത്തും CC ക്യാമറ വെച്ചിരിക്കുക. ഇനി വീട്ടിലേക്ക് ആരെങ്കിലും കടക്കുന്നുണ്ടോ നോക്കിയിട്ട്, ഇനി അതിനകത്ത് ചിലപ്പോൾ വയസ്സായ ഒരു അപ്പനോ അമ്മയോ അല്ലെങ്കിൽ വേലക്കാരും മാത്രമേ ഉള്ളൂ, ഒക്കെ പോയിരിക്കുകയല്ല, പുറത്ത് പോയിരിക്കുകയല്ലേ. ദാമ്പത്യ ജീവിതം, അതെ, നമ്മളിപ്പം എന്താ പറയാ, വിവാഹമോചനം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇന്ത്യ നിയമമുണ്ട്, ഞാൻ അവിടെ ആയിരിക്കുന്നു, അവിടുത്തെ നിയമമുണ്ട്, ഇങ്ങനെ മാറി മാറി വിവാഹം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒറ്റയ്ക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു വ്യത്യസ്ത കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുക. അതിന് ഏറ്റവും ഒരു ഉദാഹരണം ഇന്നിപ്പോ നയൻതാരയും വിഘ്നേശും നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു ചെറിയൊരു സാമ്പിൾ പോലെ കിട്ട്, മക്കളെ ഇതുപോലെ അങ്ങ് ചെയ്തോട്ടോ, നല്ലൊരു കാര്യ. കല്യാണം കഴിയുന്ന സമയത്ത് ഇന്ന് പറയാ, മക്കള് നമ്മുടെ വയറോ അല്ലെങ്കിൽ ശരീരമോ അല്ലെങ്കിൽ മുഖത്തിന്റെ സൗന്ദര്യമോ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഇങ്ങനെയൊക്കെ ഗർഭധാരണം നടത്താട്ടോ എന്ന് വലിയൊരു പബ്ലിസിറ്റി. അല്ലെങ്കിൽ ഇതിന്റെ ഈ IVF എന്ന പോലെയുള്ള ഇങ്ങനെ ഗർഭധാരണ രീതികൾ പിന്നീട് പ്രൊമോഷൻ നടത്താൻ വേണ്ടിയുള്ള ആരോ വലിയൊരു കരം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്താണ്? പക്ഷെ ദൈവമക്കളെ, ഇത് ദൈവത്തിനും മാതൃരാജ്യത്തിനും എതിരായ പ്രക്രിയയാണ്. ഇത് തീർത്തും ഇത് എതിർക്കപ്പെടേണ്ടതാണ്. അമ്മേ.